ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വെറൊരു 4 ഓട് കൊണ്ടാണ്. വെറൊരു 4 ഓട് കൊണ്ട് നമ്മളൊരു കിടക്കാച്ച് ടാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. വേറെ ടാങ്കുകളെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറഞ്ഞു, അതേപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടാങ്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം എന്തായാലും നമ്മുടെ കയ്യിൽ ഓടില്ല. അപ്പം എന്തായാലും ഒരു 4 ഓട് നമ്മുടെ ഒരു പഴയൊരു ബാത്റൂം ഉണ്ട്, അപ്പം അവിടെ പോയിട്ട് പൊക്കിയെടുത്തിട്ട് വരാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു പണ്ടത്തെ ഒരു ബാത്റൂമാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു 4 ഓടി എടുക്കണം. അവിടെ ഒരു അടിപൊളി പ്ലാവൊക്കെ ഉണ്ടായിട്ടുണ്ട്, നല്ല ചക്കൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു 4 ഓടി എടുക്കാം. അപ്പൊ നമ്മളൊരു 4 ഓടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓടിലൊക്കെ നല്ല ചളിയുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ കഴുകി എടുക്കണം. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. അത് ഓടുകളായിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഓടുകളൊന്ന് കഴുകി എടുക്കാം. അപ്പൊ നമ്മൾ കഴുകിയെടുത്ത ഓടുകളൊക്കെ ഏകദേശം ഒരു സ്ക്വയറിന്റെ ആകൃതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിവശത്തായിട്ടൊരു ചാക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചാക്ക് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അടിവശത്തും അതേപോലെ തന്നെ ബാക്കിയുള്ള സൈഡുകളിലൊക്കെ നമ്മൾ സിമെൻറ്റ് ഇടും. അപ്പോൾ അങ്ങനെ സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിവശത്ത് സിമെൻറ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ ചാക്കാണ് അടിയിൽ വെക്കണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ ഈ ടാങ്കിനെ പൊക്കിയെടുത്ത് മാറ്റാം. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടേക്കാണെങ്കിൽ ഈ ടാങ്കിനെ ഷിഫ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഈ ടാങ്ക് മണ്ണിൽ വെച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ ടാങ്കിൻ്റെ അടിവശത്ത് സിമെൻറ്റും മണ്ണായിട്ട് നന്നായി കട്ട പിടിക്കും. അപ്പോൾ ഈ ടാങ്കിനെ നമുക്ക് എവിടേക്കും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ചാക്ക് ഉപയോഗിക്കുകയാണതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. എവിടേക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. നമ്മുടെ ഈ ടാങ്കിൻ്റെ അടിവശത്ത് അതേപോലെ തന്നെ ബാക്കിയുള്ള സൈഡുകളിലും കുറച്ച് സിമെൻറ്റ് ഇട്ട് എടുക്കാം. മണലും സിമെൻറ്റ് ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മെറ്റലും അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ കോൺക്രീറ്റ് നമ്മുടെ ഈ ടാങ്കിൻ്റെ അടിവശത്തായിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നാൽ മാത്രമാണ് ഈ ടാങ്കിൽ വെള്ളം നിൽക്കുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സിമെൻറ്റ് ഇട്ട് ഏകദേശം ഒരു ലെവലായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 4 ഓട് നമ്മൾ ഇതേപോലെ വെച്ച് ചെറിയൊരു സപ്പോർട്ടിനെ കല്ലും വെച്ച് ഏകദേശം ഇതാണ്ടോ ഈ ഒരു സ്ക്വയർ പോലെ ഈ ഒരു ആകൃതിയിലാണ് നമ്മുടെ ടാങ്കിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ അതാ നമ്മൾ ടാങ്കിൻ്റെ ഫൗണ്ടേഷൻ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഇട്ടതിൻ്റെ മേലേക്കൂടെ കുറച്ച് കട്ടിക്ക് തന്നെ ഒരു സിമെൻറ്റ് മാത്രമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്ത ആ സിമെൻറ്റ് നമ്മുടെ ഈ ടാങ്കിൻ്റെ അടിവശത്തായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ സൈഡിലേക്കും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പം നമ്മുടെ ടാങ്കിൻ്റെ അടിവശത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന 4 സൈഡുകളിലും സിമെൻറ്റ് ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ടാങ്കിൻ്റെ അടിവശത്തും ബാക്കിയുള്ള സൈഡുകളിലൊക്കെ സിമെൻറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ടാങ്കിനെ നമുക്കൊന്ന് മറച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽ ഏകദേശം 2 ദിവസത്തിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 2 ദിവസമായി സ്ഥിരമായി ഈ ഒരു ടാങ്കിനെ നനച്ചുറക്കാറുണ്ടായിരുന്നു. അതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ടാങ്ക് ഇതേപോലെ ഒന്ന് കമത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ ടാങ്കിൽ ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഹോളുകളുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമെൻറ്റ് ഉപയോഗിച്ച് ആ ഹോളുകളൊക്കെ നന്നായി ഒന്ന് അടച്ചെടുക്കണം. ഇല്ലെങ്കിൽ ചെറിയൊരു ലീക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ടാങ്ക് സുഖമായിട്ട് പൊക്കി മാറ്റാന്ന്. കണ്ടോ, നമ്മൾ ചാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ടാങ്ക് മറച്ചു വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സിമെൻറ്റ് ഉപയോഗിച്ച് ഈ ഓട്ടകളൊക്കെ അടച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഓട്ടകളും അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൈം ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. ടാങ്കായിട്ട് നമ്മൾ മേലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ടാങ്ക് നമ്മൾ ഏകദേശം ഇവിടെ ആയിട്ട് വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ഇനി നമുക്ക് ടാങ്ക് വെക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് കട്ടകളൊക്കെ അതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടാങ്ക് ഇതിലൊന്ന് സെറ്റ് ആവുമെന്ന് നോക്കാം. അതാണ് നമ്മൾ ചെറിയൊരു ചെടി അതേപോലെ തന്നെ ഒരു ആമ്പലിൻ്റെ ഒരു കുട്ടിയെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഈ ടാങ്കിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ടാങ്കിലേക്ക് നമ്മൾ വെള്ളവും ചെടിയും വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ശേഷമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ടാങ്കിലത്തെ വെള്ളം നന്നായി ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചെടിയിലത്തെ ഇലകളൊക്കെ ഇങ്ങനെ മേലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്കിന് വേറെ ലീക്കേജ് ഒന്നുമില്ല. അപ്പം എന്തായാലും ടാങ്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മീനേയും കൂടി ഇടാം. നമ്മൾ ഈ ടാങ്കിലേക്ക് ഇട്ട 2 ടെക്സ്റ്റഡോ കോഴികൾ തമ്മിൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.